കൊച്ചി മലയിടം തുരുത്ത് പാരിയത്തുകാവിലെ പട്ടികജാതി ഉന്നതി കോളനിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് വൻ നയതന്ത്ര രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെടുന്നു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കോളനി നിവാസികളെ ഒഴിപ്പിക്കുന്നതിനായി അഭിഭാഷക കമ്മീഷൻ ഇന്ന് വീണ്ടും പ്രദേശത്ത് എത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ഒഴിപ്പിക്കൽ നീക്കമുണ്ടായാൽ മനുഷ്യകവചം തീർത്ത് അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് സമരസമിതിയും രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിച്ചതോടെ പ്രദേശം കടുത്ത സംഘർഷ ഭീതിയിലാണ്. മെയ് 20-ാം തീയതി രാവിലെയാണ് എറണാകുളം മലയിടം തുരുത്ത് പാരിയത്തുകാവിൽ പട്ടികജാതി ഉന്നതി കോളനി നിവാസികളെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അധികൃതർ കുടിയൊഴിപ്പിക്കൽ നടപടികളുമായി പ്രദേശത്ത് എത്തുന്നത്. സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശപ്രകാരമായിരുന്നു ഈ നീക്കമെങ്കിലും സ്വന്തം മണ്ണിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറാകാതിരുന്ന ജനങ്ങളുടെ പ്രതിഷേധം കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലിന്റെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങിയതോടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നാട്ടുകാർ ശക്തമായ ജനകീയ പ്രതിരോധവുമായി രംഗത്തെത്തി. കുടിയൊഴിപ്പിക്കലിനെതിരെയുള്ള പ്രതിഷേധം അതിരുകടന്നതോടെ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ പോലീസ് ബലപ്രയോഗം നടത്തി. പ്രദേശത്ത് പോലീസ് കനത്ത ലാത്തിചാർജ് നടത്തിയതായി സമരക്കാരും ദൃക്സാക്ഷികളും ആരോപിക്കുന്നു. പോലീസിന്റെ ഈ ക്രൂരമായ അതിക്രമത്തിൽ കോളനിയിലെ നിരവധി സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും സാരമായി പരിക്കേൽക്കുകയുണ്ടായി. സംഘർഷത്തിന് പിന്നാലെ പ്രദേശവാസികളെ നിയമപരമായി നേരിടാനാണ് പോലീസ് നിലവിൽ ശ്രമിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് 50ഓളം പേർക്കെതിരെ തടിയിട്ടപ്പറമ്പ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. മുൻപും പലതവണ പാരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കാൻ അധികൃതർ ശ്രമിച്ചിരുന്നെങ്കിലും ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് അവർക്ക് പിന്മാറേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തവണ നിയമം കടുത്തതോടെ കാര്യങ്ങൾ പ്രതിസന്ധിയിലായി. പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിലെ 8 നിർധന കുടുംബങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത്. സ്വന്തമായി മറ്റൊരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത ഈ മനുഷ്യരെ പെട്ടെന്നൊരു ദിവസം തെരുവിലേക്ക് ഇറക്കിവിട്ടാൽ അവർ എങ്ങോട്ട് പോകുമെന്ന വലിയൊരു മാനുഷിക ചോദ്യമാണിപ്പോൾ ലാത്തിചാർജ് ദൃശ്യങ്ങൾക്കൊപ്പം കേരള മനസാക്ഷിക്ക് മുന്നിൽ ഉയരുന്നത്. പാരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കൽ നീക്കവും അതിനെ തുടർന്നുണ്ടായ പോലീസ് ലാത്തിചാർജും വലിയ രീതിയിൽ ജനരോക്ഷത്തിന് കാരണമായതോടെ ജനങ്ങളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പായി ഭരണ പ്രതിപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ നേതൃത്വം രംഗത്തെത്തിയിരിക്കുകയാണ്. കോളനി നിവാസികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഉന്നതതല ഇടപെടലുകളാണ് ഇപ്പോൾ നടക്കുന്നത്. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ സജീവമായി വിപണിയിൽ ഇടപെടുന്നു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകൾ. ജില്ലാ കളക്ടറുടെ ചേംബറിൽ വെച്ച് മലയിടം തുരുത്ത് പാരിയത്തുകാവിലെ ഉന്നതി ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക സമവായ ചർച്ചകൾ പൂർത്തിയായിരുന്നു. ഈ ചർച്ചയിൽ മന്ത്രി റോജി എം ജോണും കുന്നത്തുനാട് MLA VP സജീന്ദ്രനും നേരിട്ട് പങ്കെടുക്കുകയുണ്ടായി. ഉന്നതിയിലെ കുടുംബങ്ങളെ പെരുവഴിയിലാക്കാൻ സർക്കാർ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയ മന്ത്രി കോടതി വിധി പൂർണ്ണമായും എതിരായാൽ പോലും സർക്കാർ ആ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും അവരെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കുമെന്നും ഉറപ്പു നൽകി. പാരിയത്തുകാവ് കേസിലെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സർക്കാർ ഇത്തരത്തിൽ നേരിട്ട് ഇടപെടുന്നതും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമപരമായ വശങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കുകയാണ്. ഹൈക്കോടതി വരും ദിവസങ്ങളിൽ ഈ കേസ് പരിഗണിക്കും. നിലവിലത്തെ കുടിയൊഴിപ്പിക്കൽ നടപടികളിൽ സുപ്രീം കോടതിയിൽ നിന്ന് കൂടുതൽ സാവകാശം തേടാനാണ് സർക്കാർ അഭിഭാഷകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സർക്കാർ തലത്തിലുള്ള നീക്കങ്ങൾക്ക് പുറമെ രാഷ്ട്രീയ പ്രതിരോധവും പ്രദേശത്ത് ശക്തമാണ്. അഭിഭാഷക കമ്മീഷൻ വീണ്ടും ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മനുഷ്യകവചം തീർത്ത് അതിനെ പ്രതിരോധിക്കുമെന്ന് CPM പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് നടപടികൾ ഉണ്ടാകില്ലെന്ന് ജനപ്രതിനിധികൾ ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും കമ്മീഷൻ എത്തിയാൽ അവരെ പൂർണ്ണമായും തടയുമെന്നാണ് സമരസമിതിയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സംയുക്ത തീരുമാനം. മുൻപും പലതവണ പാരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കൽ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് അധികൃതർ പിന്മാറുകയായിരുന്നു. എന്നാൽ ഇത്തവണ സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശമുള്ളതിനാൽ ഒഴിപ്പിക്കലുമായി മുന്നോട്ട് പോകാനാണ് കമ്മീഷന്റെ നീക്കം. കോടതി ഉത്തരവുകൾ നടപ്പിലാക്കേണ്ട നിയമ സംവിധാനവും തലമുറകളായി ജീവിക്കുന്ന മണ്ണ് സംരക്ഷിക്കാൻ പോരാടുന്ന ഒരു ജനതയും തമ്മിലുള്ള ഒരു അതിജീവന പോരാട്ടം വരും ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്.